റിപ്പോർട്ടർ എക്സ്ക്ലൂസീവ്. ചോർന്നൊലിച്ച് KSRTC ലോ ഫ്ലോർ AC ബസ്. കൊല്ലത്ത് നിന്നും ബാംഗ്ലൂരിലേക്ക് പുറപ്പെട്ട ബസ്സിലായിരുന്നു ദുരിതയാത്ര. ബസ് ചോർന്നൊലിക്കുന്ന ദൃശ്യങ്ങൾ റിപ്പോർട്ടറിന് ലഭിച്ചു. തിരുവനന്തപുരം ബാംഗ്ലൂർ ഗരുഡ ബസ് തകരാറിലായതിനെ തുടർന്നാണ് ലോ ഫ്ലോർ AC ബസ് എത്തിയത്. പരാതിപ്പെട്ട മണിക്കൂറുകൾ കാത്തിരുന്ന ശേഷമാണ് ലോ ഫ്ലോർ AC ബസ് ഗരുഡ ബസ്സിന് പകരമെത്തിയത്. മറ്റ് നിവൃത്തിയില്ലാതെയാണ് ചോരുന്ന ബസ്സിൽ ആളുകൾ യാത്ര തുടർന്നത്. അതിന്റെ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണാം. അങ്ങനെ മഴയെ തുല്ലസിച്ചുകൊണ്ടുള്ള ഒരു യാത്രയ്ക്കുള്ള സൗകര്യം KSRTC ഒരുക്കി. ലോ ഫ്ലോറിലായിരുന്നു അങ്ങനെ നൈറ്റിൽ റെയിൻ യാത്ര ഒരുക്കിയിരിക്കുന്നത്. കുടയൊക്കെ പിടിച്ചാണ് യാത്രക്കാരിയിരിക്കുന്നത്. അതിൻ്റെ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണാം. തുള്ളിക്കൊരു കുടം എന്നതുപോലെ മുകളിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഇറ്റിറ്റ് വീഴുന്നതും പ്രേക്ഷകർക്ക് കാണാം. അഷിൻ ഡിയാഗോയുണ്ട്. അഷിൻ ഡിയാഗോ, ഇത് പുതിയ സ്കീമാണോ KSRTCയുടെ? അതും തീർച്ചയായും ഇത് ഒരു പുതിയ സ്കീം തന്നെ, അങ്ങനെ തന്നെ വിശേഷിപ്പിക്കേണ്ടി വരും. കാരണം ഈ മാസം 27-ാം തീയതി നടന്ന ഒരു സംഭവമാണിത്. ഈ ബാംഗ്ലൂരിലേക്ക് പുറപ്പെട്ട യാത്രക്കാർ, അതായത് തിരുവനന്തപുരത്ത് നിന്ന് ബാംഗ്ലൂരിലേക്ക് പുറപ്പെട്ട യാത്രക്കാർ, അവരാണ് ഈ ഒരു ദുരിതം അനുഭവിക്കേണ്ടി വന്നത്. ഇവർ ഗരുഡ സർവീസിനാണ് ബുക്ക് ചെയ്തിരുന്നത്. ഈ ബസ് രാവിലെ സ്റ്റാൻഡിൽ നിന്ന് എടുത്തപ്പോൾ തന്നെ വൈകുന്നേരം 4:20 പുറപ്പെടേണ്ടിയിരുന്ന സർവീസായിരുന്നു. പക്ഷെ അത് എടുത്തപ്പോൾ തന്നെ അരമണിക്കൂറിലധികം വൈകി എന്നുള്ളതാണ് യാത്രക്കാർ പറഞ്ഞത്. ഒരു വിധത്തിൽ അരമണിക്കൂറിനകം തന്നെ, അതായത് 5:15 തന്നെ ബസ് തിരുവനന്തപുരത്ത് നിന്നും എടുക്കുന്നു. അങ്ങനെ കൊല്ലം സ്റ്റാൻഡിലെത്തുന്നു. കൊല്ലത്ത് എത്തിയ ശേഷം ബസ്സിലൊരു കംപ്ലൈൻറ്റ്, ഒരു തകരാറ് കണ്ടെത്തുകയായിരുന്നു. കംപ്രഷറിൽ എന്തോ കുഴപ്പങ്ങൾ ഉള്ളതിനാൽ ബസ്സിന് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നൊരു അറിയിപ്പാണ് ഈ യാത്രക്കാർക്ക് ലഭിച്ചത്. അതുകൊണ്ട് തന്നെ ഡീലക്സ് ബസ് അവിടെ ഇട്ടതിന് ശേഷം മറ്റൊരു ബസ് അറേഞ്ച് ചെയ്ത് നൽകാം എന്നുള്ളതായിരുന്നു അറിയിച്ചിരുന്നത്. അങ്ങനെ 6 മണി, ഏതാണ്ട് 6:30 മുതൽ വീണ്ടും ഈ യാത്രക്കാർ അവിടെ തന്നെ കൊല്ലം ഡിപ്പോയിൽ തുടരുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നീട് ഏതാണ്ട് 9-9:30 തന്നെ മറ്റൊരു ബസ് കിട്ടാതെ വന്നതോടുകൂടി ഈ സ്റ്റേഷൻ മാസ്റ്റർ, കൊല്ലത്തെ സ്റ്റേഷൻ മാസ്റ്ററിനോട് ഈ യാത്രക്കാർ സമീപിക്കുകയും ചെയ്തിരുന്നു. ഈ സ്റ്റേഷൻ മാസ്റ്ററിൽ നിന്നും മോശം അനുഭവമാണ് ഉണ്ടായത് എന്നതടക്കമുള്ള കാര്യങ്ങൾ യാത്രക്കാർ പരാതിപ്പെടുന്നുമുണ്ട്. ഇതിനിടയിലാണ് ചോർന്നൊലിക്കുന്ന ഒരു KSRTC ലോ ഫ്ലോർ AC ബസ് അവിടേക്ക് എത്തുന്നതും പകരം സംവിധാനമാണ് ഇതിൽ കയറിക്കൊള്ളാൻ ആവശ്യപ്പെടുകയും ചെയ്തത്. ഇതിൽ കയറുമ്പോൾ തന്നെ ഈ ബസ്സിൽ ചോർച്ചയുണ്ടെന്നുള്ള കാര്യം യാത്രക്കാർ ഈ ഡ്രൈവറിനോട് പറയുന്നുണ്ട്. പക്ഷേ അദ്ദേഹം വലിയ തരത്തിൽ മറുപടിയൊന്നും നൽകാതെ തന്നെ മറ്റൊരു ഈ ബസ്സിൽ തൽക്കാലമായി കയറണം എന്നാവശ്യപ്പെട്ട് ഈ യാത്രക്കാർ അതിലേക്ക് കയറുന്നതും നമുക്ക് ആ ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ സാധിക്കും. ചോർന്നൊലിക്കുന്ന ഒരു ബസ്സിൽ ഒരു സീറ്റിലും ഇരിക്കാൻ കഴിയാത്തൊരു അവസ്ഥയിലാണ് യാത്രക്കാർ ഉണ്ടായിരുന്നത്. കുട പിടിച്ച് ഈ ബസ്സിനുള്ളിൽ ഇരിക്കേണ്ട ഒരു അവസ്ഥ. കാരണം ഇപ്പോൾ തന്നെ അവർ നല്ല താമസിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും ഈ ബാംഗ്ലൂരിലോ അല്ലെങ്കിൽ തങ്ങളുടെ സ്ഥലങ്ങളിലേക്ക് എത്തിയാൽ മതി എന്നൊരു ചിന്തയായിരുന്നു യാത്രക്കാർക്ക് ഉണ്ടായിരുന്നത്. ഇനിയും കാത്തു നിൽക്കാനുള്ള ക്ഷമയോ ശേഷിയോ യാത്രക്കാർക്ക് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവർ ആ ബസ്സിലേക്ക് കയറാൻ തയ്യാറാവുകയും ഈ ശക്തമായ മഴയിൽ ചോർന്നൊലിക്കുന്ന ബസ്സിൽ തന്നെ യാത്ര ചെയ്യാൻ അവർ നിർബന്ധിതരാവുകയും ചെയ്തിരുന്നു. ഈ നേരത്തെ ഗരുഡ സർവീസിന് ബുക്ക് ചെയ്തിരുന്ന ടിക്കറ്റിനേക്കാൾ വളരെ കുറവാണ് ഈ ലോ ഫ്ലോർ ബസ്സിന് വേണ്ടി ആവുക. ഇതിലൊരു റീഫണ്ട് ഉണ്ടാകുമോ എന്ന അടക്കമുള്ള കാര്യങ്ങളിൽ പോലും ഇപ്പോൾ ഒരു വ്യക്തത വന്നിട്ടില്ല. യാത്രക്കാരെന്തായാലും ദുരിതം അനുഭവിച്ചാണ് ബാംഗ്ലൂർ വരെ എത്തിയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിലൊരു നടപടി ഉണ്ടാകുമോ എന്നുള്ളതും ചോദ്യമാണ്. കാരണം KSRTC പോലെ ഇത്രയും ആളുകൾ ആശ്രയിക്കുന്ന, അത് KSRTC ആധുനികവൽക്കരണത്തിന്റെ പാതയിലാണെന്ന് പറയുമ്പോഴാണ് ഈ ഒരു സംഭവം ഏറ്റവും അടുത്തു തന്നെ ഉണ്ടാകുന്ന ഈ ഒരു സംഭവം. ചോർന്നൊലിക്കുന്ന ബസ്സിൽ കുടചൂടി യാത്ര ചെയ്യേണ്ട ഒരു ദുരവസ്ഥയിലേക്ക് യാത്രക്കാർ നീങ്ങുന്നു എന്നുള്ളത് ഏറ്റവും ഗുരുതരമാണ്. അരുൺ, ഒരു പ്രേക്ഷകൻ ചോദിക്കുന്നുണ്ട് കേട്ടോ, അഷിൻ, ഈ ബസ് ജെയിംസ് ബോണ്ട് പോലും ഉപയോഗിച്ചിട്ടില്ല, അതാണ് KSRTC എന്ന് പറയുന്നത്. എന്നാലും വന്ദേ ഭാരതിന് ഒരു അനിയത്തിയെ കൂടി കിട്ടിയിരിക്കുന്നു. ചോർന്നൊലിക്കുന്ന വന്ദേ ഭാരതിന്റെ വാർത്ത, ഡൽഹി വാരണാസി വന്ദേ ഭാരതിന്റെ വാർത്ത നമ്മൾ സംപ്രേഷണം ചെയ്തിരുന്നു. ഇപ്പോൾ അങ്ങനെ ഡൽഹി വാരണാസി വന്ദേ ഭാരതിന് ഒരു അനിയത്തിയെ കൂടെ കിട്ടിയിരിക്കുന്നു. ആ അനിയത്തിയാണ് നമ്മുടെ കേരളത്തിലൂടെ ബാംഗ്ലൂരിലേക്ക് പോയ ലോ ഫ്ലോർ ബസ്. നമ്മുടെ ഒപ്പം ഒരു യാത്രക്കാരന്റെ പ്രതികരണം കൂടിയുണ്ട്, അതുകൂടി ഒന്ന് കേൾക്കാം. ഈ കഴിഞ്ഞ 27-ാം തീയതി വൈകുന്നേരം 4:25 ഗരുഡ ട്രിവാൻഡ്രം ടു ബാംഗ്ലൂർ ബസ്സിനാണ് ഞങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ട്രിവാൻഡ്രത്ത് നിന്ന് കയറി കൊല്ലത്തെത്തി കഴിഞ്ഞപ്പോഴത്തേക്കും വണ്ടി കംപ്ലൈന്റ് ആണ്, വണ്ടി AC വർക്ക് ആവുന്നില്ല, വർക്ക്ഷോപ്പിൽ ഒന്ന് കാണിക്കട്ടെ എന്ന് പറഞ്ഞ് വർക്ക്ഷോപ്പിൽ വണ്ടി കയറ്റി. പിന്നെ ഏകദേശം ഒരു 6:25 മുതൽ ഒരു 9 മണി വരെ നമ്മൾ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മളോട് പറയുന്നത് വണ്ടിയുടെ കംപ്രസർ കത്തിപ്പോയി, ഇനി ആ വണ്ടിക്ക് പോകാൻ പറ്റില്ല, ഒന്നുകിൽ അവിടെ ഇവിടെ നിന്ന് വേറൊരു വണ്ടി അറേഞ്ച് ചെയ്യാൻ നോക്കട്ടെ, ഇല്ലെങ്കിൽ വരുന്ന വണ്ടിക്ക് കയറ്റി വിടാന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് നമ്മൾ അതിനിടയ്ക്ക് സ്റ്റേഷൻ മാസ്റ്റർ അടുത്ത്, കൊല്ലത്തുള്ള സ്റ്റേഷൻ മാസ്റ്റർ അടുത്ത് പോയി നമ്മൾ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ എനിക്കിതൊന്നും അറിയാൻ പാടില്ല എന്നുള്ള രീതിയിൽ പുള്ളി അരകൻ്റായിട്ട് ബിഹേവ് ചെയ്ത് നമ്മളെ പറഞ്ഞു വിടുമായിരുന്നു. അവസാനം നമ്മുടെ അടുത്ത് കണ്ടക്ടർ എന്ന് പറഞ്ഞു നമ്മളിവിടെ സംസാരിച്ചിട്ടുണ്ട്, ഒരു ലോ ഫ്ലോർ അറേഞ്ച്ഡ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ നമുക്ക് ലോ ഫ്ലോർ അറേഞ്ച് ചെയ്ത് വന്നു. അതിന്റെ അവസ്ഥയാണെങ്കിൽ അതിലും പരിതാപകരം. ഫുള്ള് ചോർച്ച, വണ്ടി ഫുള്ള് ചോർച്ച. ഒന്നുകിൽ നമ്മൾ ഇത്രയും എന്താ പറയണ്ടേ എമൗണ്ട് മുടക്കി ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് പോലും എന്താ പറയണ്ടേ അതിന് വേണ്ടൊരു ഇപ്പം അതിന് റീഫണ്ട് ഉണ്ടോ, ഇല്ലെങ്കിൽ എന്താ പറയുക നമ്മൾ ഈ ബസ്സിന് കയറിയതിന്റെ ബാക്കി എമൗണ്ട് റീഫണ്ട് ചെയ്തൊരു ഒന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല. അതാണ് ഇതിന്റെ കൗതുകകരമായ ഒരു കാര്യം. ഗരുഡ ബസ്സാണ് ബുക്ക് ചെയ്തത്, പോയതോ ഗുഡ പിടിച്ച്. അതാണ് അവസ്ഥ. എന്നിട്ട് തിരിച്ചു കഴിഞ്ഞപ്പോഴോ ഈ വണ്ടി കൊല്ലത്ത് വന്ന് നിർത്തി സ്റ്റേഷൻ മാസ്റ്ററോട് കാര്യങ്ങൾ ചോദിക്കുന്നത് എനിക്ക്
എന്ന് പറഞ്ഞവരൊക്കെ പോകും. ഇതാണ് പൊതുവേ ഉള്ളൊരു രീതി. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ KSRTC ബസ്സിനെ വിശ്വസിച്ച് യാത്ര ചെയ്യുന്ന ആളുകളാണ്. എല്ലാ ബസ്സും എല്ലാ സമയത്തും ഇങ്ങനെ പണിമുടക്കാറില്ലെങ്കിലും യാത്രക്കാരുടെ സൗകര്യത്തോട് കരുണ കാട്ടണം എന്നേ നമുക്ക് പറയാനുള്ളൂ. അവരൊക്കെ ഒരുപാട് ഇന്ന് രാവിലെയൊക്കെ ഡ്യൂട്ടിക്ക് കയറേണ്ട ആൾക്കാരാണ്. കൊടയൊക്കെ പിടിച്ച് രാത്രിയിലൊക്കെ ബാംഗ്ലൂർ ബസ്സിലിരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ നാണക്കേടാണ്.